നമുക്ക് നോക്കാനുള്ളത് ഇതാ ഈ റൗണ്ടില്ലേ, ചാർട്ടിൽ പോയിട്ട് ഈ റൗണ്ടിൻ്റെ ഓപ്ഷൻസുകളാണ്. ഇതിലിപ്പോൾ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് ആഡ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചത് മാർക്കറ്റ് എക്സിക്യൂഷൻ ആണ്. ഇപ്പോൾ ഡയറക്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് മാർക്കറ്റ് എക്സിക്യൂഷൻ ട്രേഡ്സ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിമിറ്റ് ഓർഡേഴ്സ് ആണ്. അതായത് ഇപ്പോൾ കറണ്ട് മാർക്കറ്റിൽ റൺ ചെയ്യുന്നത് എത്ര, 4786. ഈ ഒരു പൊസിഷനിലേക്ക് മാർക്കറ്റ് ഇപ്പോൾ 4782 മാർക്കറ്റ് വരികയാണെങ്കിൽ നമ്മൾക്ക് അവിടെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ കറണ്ട് മാർക്കറ്റിൻ്റെ താഴെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കണമെങ്കിൽ അവിടെ നമ്മൾ ഈ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യും. ഇപ്പോൾ ഈ ജസ്റ്റ് ഈ ആരോ മാർക്കില്ലേ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേസ് ബൈ ലിമിറ്റ് എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ബൈ ഓർഡർ ആക്റ്റീവ് ആവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നും കൂടെ ചെയ്യണം, ഇവിടെ ഒരു ബൈ ലിമിറ്റ് ഓർഡർ ഇടണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടാം. ഇനി ഈ ബൈ ലിമിറ്റ് ഒന്ന് മുകളിലേക്ക് നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലോഡ് സൈസ് മാറ്റണമെങ്കിൽ ലോഡ് സൈസ് മാറ്റാം. അതുപോലെ ഈ പ്രൈസിൽ ചെറിയ മാറ്റം വരുത്തണമെങ്കിൽ പ്രൈസിൽ മാറ്റം വരുത്താം. ഇനി ഇതിൻ്റെ SL, ഈ ജസ്റ്റ് ഈ ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടോ SL എന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ SL വരും. അത് ഈ സ്റ്റോപ്പ് ലോസ് എവിടേക്കാണോ മൂവ് ചെയ്യേണ്ടത് അങ്ങനെ മൂവ് ചെയ്യാം. ഇതിൻ്റെ ടാർഗറ്റിന് ഈ ജസ്റ്റ് TP എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണോ TP വെക്കേണ്ടത് ഇങ്ങനെ മൂവ് ചെയ്യാം. എന്നിട്ട് ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് പ്ലേസ് ബൈ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം. ലിമിറ്റ് ഓർഡറിൻ്റെ SL എപ്പോഴും ബൈ ഓർഡറിൻ്റെ SL എപ്പോഴും ബൈ ഓർഡറിൻ്റെ താഴെയായിരിക്കും. ബൈ ലിമിറ്റ് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ സെൽ ലിമിറ്റ് നോക്കാം.